ഹലോ, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നാത്തൂൺ സ്പെഷ്യൽ ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ പാർട്ടികൾക്കൊക്കെ എപ്പോഴും വിളമ്പുന്ന ഒരു റൈസ് ഐറ്റമാണ് കേട്ടോ. ഫ്രൈഡ് റൈസിനേക്കാളും കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു റൈസാണിത്. പക്ഷേ ഏത് നോൺ വെജ് കറിയുടെ ഒപ്പം ഒരു കിടു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 കപ്പ് ബസ്മതി അരി 3-4 തവണ കഴുകി 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർന്ന ശേഷം നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇടണം. ഒരു 3 കഷ്ണം പട്ട, 2 ബേ ലീഫ്, ഒരു 5-10 ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ, പച്ച ഏലക്കായ. അപ്പോൾ ഏലക്ക കുറച്ച് കൂടുതലിരിക്കുന്ന ഇതിന് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു 8-9 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് അരി വേവിക്കുമ്പോൾ ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് ആ സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു മണമൊക്കെ വരട്ടെ. നിങ്ങൾക്ക് ഇതിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. നെയ്യ് ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റായിട്ട് തന്നെ റൈസ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും, ഒപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ച ബസ്മതി അരി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ അരി ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ വീട് കയറി താമസം 2000-ലായിരുന്നു കേട്ടോ, 20 കൊല്ലം മുമ്പ്. അന്ന് ഞങ്ങൾ വീട് കയറി താമസത്തിന് ഇങ്ങനത്തെ ഒരു ഫ്രൈഡ് റൈസും ചിക്കൻ റോസ്റ്റും ആയിരുന്നു കേട്ടോ വീട്ടിലുണ്ടാക്കിയൊക്കെയായിരുന്നു. അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ചിലതൊന്നും നമ്മളങ്ങനെ മറക്കില്ലല്ലോ. അന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലെ നാട്ടിൻപുറത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ റൈസും ചിക്കൻ റോസ്റ്റും ആണ് കേട്ടോ. ഇപ്പം നമ്മുടെ അരി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. കളറൊന്നും മാറാൻ നിൽക്കണ്ട, പൊട്ടി തുടങ്ങണമെന്നൊന്നുമില്ല. അതിന് മുമ്പേ തന്നെ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 കപ്പ് ബസ്മതി അരിക്ക് ഞാൻ 3 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് മൂടി വയ്ക്കാം. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ അരി ഏകദേശം ആയിട്ടുണ്ടെന്നാണ് തോന്നണേ. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. റൈസ് ഒന്നും കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് റെഡിയായി. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കണം. അതുപോലെ തന്നെ കുറച്ച് ഉള്ളിയും വറുത്തെടുക്കാം കേട്ടോ. ആ സെയിം എണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ കുറച്ച് സവാളയും വറുത്തെടുക്കുന്നത്. സവാളയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. സവാള ഈ പരിവായി കഴിഞ്ഞാൽ നമ്മൾ തീ ഏറ്റവും കുറച്ച് വെക്കണം. പിന്നീട് അങ്ങോട്ട് പെട്ടെന്നാവും. അപ്പോൾ നമുക്ക് കരിഞ്ഞ സവാള വേണ്ട, ഈ ഗോൾഡൻ കളറുള്ള സവാള മതി കേട്ടോ. തന്നെ എണ്ണയിൽ നിന്ന് കോരിക്കഴിഞ്ഞത് ഇതുപോലത്തെ ഒരു അരിപ്പയിലിട്ട് വെച്ചാൽ ഇതിങ്ങനെ നല്ല ക്രിസ്പായിട്ട് തന്നെ ഇരിക്കും. പേപ്പർ ടവലിലൊന്നും ഇടണമെന്നില്ല കേട്ടോ. ഇനി നമുക്ക് ആ എണ്ണയിൽ നിന്ന് ആവശ്യത്തിന് എണ്ണ മാറ്റിയിട്ട് കുറച്ച് എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ അതേ ബീൻസ് ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ ചെരിച്ച് മുറിച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് നേരം എണ്ണയിൽ ഒരു 1-2 മിനിറ്റ് വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരു ശകലം മാത്രം വെള്ളം ഒഴിച്ച് മൂടി വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു സാധനമാണ് കേട്ടോ പൈനാപ്പിൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്. ഇത് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. ഇതാണ് അതിൽ ഏറ്റവും നല്ല ഫ്ലേവർ തരുന്ന സാധനം. നിങ്ങൾക്കിനി ഫ്രഷ് പൈനാപ്പിൾ കിട്ടിയില്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് ചേർക്കാം കേട്ടോ. പക്ഷേ ഫ്രഷ് പൈനാപ്പിളിനാണ് കേട്ടോ നല്ല ടേസ്റ്റ്. ഇനി നമ്മളിതൊന്ന് ദം ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ റൈസ് വേവിച്ച ആ പാത്രം ഒന്ന് കഴുകിയെടുത്തു. അതിൻ്റെ ആദ്യത്തെ ലെയറായിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ച വെജിറ്റബിൾസിൻ്റെ കുറച്ച് മാത്രം നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയുടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൈനാപ്പിൾ പീസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ വേവിച്ച റൈസ് കണ്ടോ, ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല റൈസ്. ഇതുപോലെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് കുറച്ച് ലെയർ ചെയ്ത് കൊടുക്കാം. റൈസിൻ്റെ ഒരു ലെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് വീണ്ടും നമ്മുടെ വെജിറ്റബിൾസും അതുപോലെ തന്നെ പൈനാപ്പിളും അതുപോലെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം.
വീണ്ടും അതിൻ്റെ മുകളിലോട്ട് റൈസ്, അതുപോലെ റൈസും വെജിറ്റബിൾസും എല്ലാം തീരുന്നവരെ ഇതേപോലെ തന്നെ ലെയർ ചെയ്തെടുക്കാം. അവസാനമാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുത്ത് അലങ്കരിക്കുന്നത് കേട്ടോ. ഏറ്റവും മുകളിൽ അവസാനമായിട്ട് ബാക്കി വന്ന ഉള്ളി, അതുപോലെ തന്നെ കാഷ്യൂനട്ട്, കിസ്മിസ്, പിന്നെ കുറച്ച് പൈനാപ്പിൾ കഷ്ണം, ഇത്രയും കൊണ്ട് നിർത്തുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് ദം ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റാണ് കേട്ടോ ഞാൻ ദം ചെയ്യാൻ വെച്ചേക്കുന്നത്. 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ പൈനാപ്പിളിൻ്റെ ഫ്ലേവറാണ് കേട്ടോ ഏറ്റവും മുന്നിട്ട് നിൽക്കുക. നല്ല സ്മെല്ലാണ്. അതുപോലെ തന്നെ ഈ റൈസ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ടെക്സ്ചറാണ്, കുഴഞ്ഞൊന്നും പോയിട്ടില്ല, എന്നാൽ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. നല്ല ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ചും ഇന്ന നോൺ വെജ് കറി എന്നൊന്നുമില്ല, ഏത് നോൺ വെജ് കറിയുടെ കൂടെയും പെർഫെക്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട്. എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. അപ്പോൾ പുതിയ ഡിഷുമായിട്ട് അടുത്ത തവണ കാണുന്നവരേക്കും ബൈ.